ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി അച്യുതൻ എല്ലാവരുടെ മുമ്പിൽ ഭൂമി തങ്ങളുടെ വളർത്തു മകളാണെന്നും യഥാർത്ഥ അച്ഛൻ സത്യദാസാണെന്നും എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൊണ്ട് ഇങ്ങനെ പറയാട്ടോ ഭൂമിയായിട്ട് അവിടെ നിന്ന് പോവാണ്. പെട്ടെന്നാണ് ഭവാനി ഉറക്കത്തിൽ നിന്ന് നെട്ടി ഉണരുന്നത്. അതെല്ലാം ഭവാനി കണ്ട ഒരു സ്വപ്നമായിരിക്കും. ഭൂമിയുടെ അച്ഛൻ ഇങ്ങനൊരു ഫംഗ്ഷൻ അച്യുതൻ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിലെല്ലാ സത്യങ്ങളും വെളിപ്പെടുത്താനാണെന്നും സൗഭാഗ്യപുരത്തെ എല്ലാവരെയും ക്ഷണിച്ചതും ആ ഒരു കാര്യത്തിലാണ് എന്നൊക്കെയാണ് ഭവാനിയുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ ഭവാനി കണ്ട സ്വപ്നം നാളെ ആ ഫംഗ്ഷൻ നടക്കാൻ പാടില്ല. ആ ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പേ അയാളെ ഇല്ലാതാക്കണം. അങ്ങനെ ഭവാനി കമാലിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. നാളത്തെ ദിവസം അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇന്ന് തന്നെ അവനെ തീർക്കണം. നാളെ കഴിഞ്ഞാലേ അവൻ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയും. പിന്നെ എൻ്റെയും എൻ്റെ മകളുടെയും കാര്യം പോക്കാണ് എന്ന് പറയാണ്. കമാൽ ഒടുവിൽ തന്നെ സമ്മതിക്കാണ് അവരെ ഇന്ന് തന്നെ തീർക്കാമെന്ന്. അങ്ങനെ ഫംഗ്ഷനുള്ള കാര്യങ്ങളെല്ലാം ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ അന്ന് ഭൂമി പുറത്തേക്ക് പോകുമ്പോൾ ടൈമില്ലാതെ പുറത്ത് പോവായിരിക്കും. അച്യുതൻ പറയും, ഇന്ന് മാത്രമേ മോള് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് നെഞ്ചു പൊട്ടി അംബികയോട് പറയുന്നുണ്ട്. നാളെ മുതൽ അവൾ നമ്മളുടെ മകളല്ല. യഥാർത്ഥ അച്ഛൻ്റെ അടുത്ത് നമ്മൾ അവളെ ഏൽപ്പിക്കാനേ. മോളെ ഒരു ഉമ്മ തന്നിട്ട് പോടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്കൂട്ടിയിൽ പോവാൻ നിൽക്കായിരിക്കും ഭൂമി. ഭൂമി പറയും, അച്ഛാ ടൈം ഇല്ലാത്തതുകൊണ്ടല്ലേ വന്നിട്ട് 1000 ഉമ്മന ഒരുമിച്ച് തരുന്നുണ്ടെന്ന് പറഞ്ഞ് സ്കൂട്ടിയിൽ കയറി അവൾ പോവാണ് കേട്ടോ. അച്ചുവേട്ട എത്ര കാലം നമ്മളിങ്ങനെ ഇനി നാളെ മുതൽ അവൾ സത്യസാറിൻ്റെ മകളാണെന്ന് ഓർക്കുമ്പോൾ എന്തോ വല്ലാതെ നെഞ്ചിലൊരു നീറ്റൽ. അതെ, അവൾ അച്ഛനെ ഏൽപ്പിക്കണം. ഇനി അധിക കാലം ആയുസില്ല. മരിക്കുന്നത് മുമ്പെങ്കിലും അവളോട് സത്യങ്ങളൊക്കെ പറയണ്ടേ. നമ്മൾ അവളോട് ചെയ്യുന്ന ചതിയല്ലേ. അച്ഛൻ കൺമുമ്പിൽ ഉണ്ടായിട്ടും അച്ഛൻ മകളും തിരിച്ചറിയാതെ പോകുന്നത് ഏറ്റവും വലിയ ചതിയാ. ഇത്രയും വർഷം സ്വന്തം മോളെ പോലെ അവളെ നമുക്കൂടെ കൂടെ ഉണ്ടല്ലോ. അവളുടെ സ്നേഹം നിനക്ക് മനസ്സിലായില്ലേ അംബികെ? അതേ അച്ചുവേട്ടാ, അവൾ അറിയിക്കുന്നത് അവൾക്ക് കിട്ടിയേ മതിയാവൂ. അങ്ങനെ അവരിങ്ങനെ പരസ്പരം സംസാരിക്കാട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും നാടകത്തിൻ്റെ ഒരു റിഹേഴ്സൽ. പിറ്റേ ദിവസം ഈ ഫംഗ്ഷൻ സമയത്ത് അംബികയുടെ ഒരു നാടകമുണ്ട്. ആ അംബികയുടെയും അച്യുതനും കൂടെ ആ നാടകം അവതരിപ്പിക്കാനുള്ള റിഹേഴ്സൽ ചെയ്യാട്ടോ. അതിന് ആ സമയത്താണ് കമാൽ ആ വീടിന് പരിസരത്തേക്കൊക്കെ വരുന്നത്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കടിക്കുന്നതൊക്കെ എപ്പോഴും ഒളിച്ചു നോക്കി നിൽക്കുന്ന ആ അയൽപക്കത്തുള്ള ആളുകൾ കാണുന്നുണ്ട് കേട്ടോ. വഴക്കടിക്കുന്ന കരുതിയാൽ ഇവർ രണ്ടുപേരും നാടകത്തിൻ്റെ ഒരു റിഹേഴ്സൽ ചെയ്യാം. ഇവർ ശരിക്കും ഇതാണെന്നാണ് കരുതുന്നത്. അങ്ങനെ അവരങ്ങ് പോകുന്നുണ്ട്. ആ സമയത്ത് കമാൽ പതുങ്ങി അകത്തേക്ക് കയറിയാണ്, മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ട്. പെട്ടെന്ന് അയാളെ കണ്ടതും അംബികയും അച്യുതനും ആകെ ഭയപ്പെടുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ പുറകിലോട്ട് മാറുകയാണ്. എന്നാൽ അച്യുതനെ പിടിച്ച് അയാൾ ആ കത്തിയും വാങ്ങി ഒരൊറ്റ കുത്തായിരിക്കും കേട്ടോ. ആകെ നിലവിളിയും ബഹളവും ആയിരിക്കും. അങ്ങനെ അവിടെ ആകെ അപ്പോഴേക്കും അയൽപക്കത്തുള്ളവരൊക്കെ കൂടുന്നുണ്ട്. കൊലയാളി അച്യുതനെയും കുത്തിക്കൊണ്ട് അവിടെ നിന്ന് കടന്ന് കളയാണ്. ആ കുത്തേറ്റതും ആ ഒരു രംഗമെല്ലാം കണ്ടിട്ട് ആ സമയം അംബികയെ പിടിച്ച് ഒരു തള്ളുകൊണ്ട് കൂടെ അംബികയുടെ ബോധവും മറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കഥകിലൊക്കെ തട്ടുന്നുണ്ട്. ആ സമയം ഭൂമിയെ വിളിച്ചിട്ട് അയൽപക്കത്തുള്ളവരുടെ വീട്ടിനുള്ളിൽ വല്ലാതെ ബഹളം. നിൻ്റെ അച്ഛനും അമ്മയും കൂടെ വഴക്കായിരുന്നു. ഇപ്പതേ ഒന്നും കേൾക്കുന്നില്ല, ഒരു നിലവിളി മാത്രമേ കേട്ടുള്ളൂ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ അജയ് ഉണ്ട്. ഈ സമയം ഭൂമിയുടെ കൂടെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഭൂമിയുടെ കൂടെ അവരെല്ലാവരും കൂടെ ഈ കഥകിൽ ഇങ്ങനെ മുട്ടാണ്. അംബികയൊക്കെ ബോധം കെട്ട് കിടക്കുന്നതുകൊണ്ട് എത്ര തട്ടിയിട്ടും കഥക് തുറക്കുന്നില്ല. അങ്ങനെ അംബിക ഈ തട്ടല ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ പെട്ടെന്ന് ബോധം തെളിയുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ അതേ കൺമുമ്പിൽ അച്യുതൻ ഇങ്ങനെ കുത്തേറ്റ് കിടക്കുന്നു. മരിച്ചെന്ന കാര്യം അവൾക്ക് മനസ്സിലാവാ. അച്ചുവേട്ടാ എന്ന് വിളിച്ച് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. വയറ്റത്ത് കുത്തിക്കേറി ആ കത്തി ഇങ്ങനെ വലിച്ചൂര്. ആ സമയത്താണ് അജയ് കഥക് തുറന്ന് അകത്തേക്ക് കയറുന്നത്. അന്നേരത്ത് അച്യുതനെ കുത്തിക്കൊന്ന് കയ്യിലൊരു കത്തിയുമായിട്ട് നിൽക്കുന്ന അംബികയാണ് കാണുന്നത്. അങ്ങനെ അപ്പോൾ മരിച്ചയ്യോ അവർക്കൊക്കെ നോക്കാൻ വയ്യട്ടോ. അച്യുതൻ മരിച്ചു, ഒരു കൊലയാളി ഭാര്യ തന്നെ എന്ന് തന്നെ പോലീസുകാരും നാട്ടുകാരും തീർപ്പാക്കാണ്. അങ്ങനെ അങ്ങോട്ട് വന്ന ഭൂമി, എല്ലാവരെയും ഭഗഞ്ഞു മാറ്റി വന്ന ഭൂമി കാണുന്ന കാഴ്ച, അച്ഛൻ ഇതേ മരിച്ച് തറയിൽ കിടക്കുന്നു. പൊട്ടിക്കരയാനിട്ട് അവൾക്ക്. ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട്
പോലെ എനിക്കെൻ്റെ അച്ഛനെ ജീവനോടെ വേണം എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. പിറ്റേ ദിവസം ഇവിടെയൊക്കെ ഫംഗ്ഷൻ ആണെങ്കിലും പിറ്റേ ദിവസം അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയമായിരിക്കും. അമ്മയെ അപ്പം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്തേ അമ്മേ സംഭവിച്ചെന്നൊക്കെ ഭൂമിക്ക് ചോദിക്കാനുള്ള ഒരു ഇട പോലുമില്ല. അപ്പോഴേക്കും അവളാകെ തകർന്നു പോയിരുന്നു. അംബികയെ പോലീസും കൊണ്ടുപോയി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കാണ്. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് അച്യുതൻ്റെ ബോഡി കിട്ടുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് തന്നെ അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയത്തിലുള്ള ഒരുക്കങ്ങളും അവിടെ നടക്കട്ടെ. അവരൊക്കെ വലിയ വിഷമത്തിലാണ്. ഭൂമിമോൾക്ക് ഇങ്ങനൊരു സംഭവം സംഭവിച്ചത് അവരാർക്കും ഉൾക്കൊള്ളാൻ വയ്യ. ആ ഫംഗ്ഷൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താമെന്ന് ഏറ്റത് ഭൂമിയായിരുന്നല്ലോ, ഭക്ഷണവും പലഹാരമൊക്കെ. പക്ഷേ ഭൂമിക്ക് അതിന് വയ്യില്ല. അങ്ങനെ അജയും അവളും കൂടെ ആട്ടോ അച്യുതൻ്റെ ചിതക്ക് തൊയ് കൊളുത്തുന്നത്. ആ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ അവിടുന്ന് അജയ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ ഭൂമിക്കരികിലേക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വിവാഹ നിശ്ചയം തൽക്കാലത്തേക്ക് വേറെ ദിവസത്തേക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം തന്നെ ഒരു അംബികക്കും ആ ചിതയ്ക്കരികിലേക്ക് വരാൻ ഒരു സാഹചര്യം കൊടുക്കുന്നുണ്ട്. അംബിക പറയുന്നുണ്ട്, ഇല്ല ഞാൻ അച്ചുവേട്ടനെ കൊന്നില്ല. അപ്പം ആളുകളൊക്കെ സാക്ഷിമൊഴിയൊക്കെ അംബികക്ക് എതിരായിരിക്കും. സത്യം ഭൂമിയോട് പറയാണ് എന്താണ് അവിടെ സംഭവിച്ചെന്ന്. ഒരു കൊലയാളി റൂമിനുള്ളിൽ കയറുകയും അച്ചുവേട്ടനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യായിരുന്നു. അയാൾ ആരാണെന്ന് എനിക്കറിയില്ല. മാസ്ക് ധരിച്ചിരുന്നു. കണ്ണ് മാത്രമേ പുറമേ കാണേണ്ടിയിരുന്നുള്ളൂ എന്ന് അംബിക തുറന്ന് പറയുന്നുണ്ട്. അമ്മ ഇപ്പോൾ ഭയക്കേണ്ട, എത്രയും പെട്ടെന്ന് അമ്മ ഇറക്കാനുള്ള കാശ് ഞാൻ ഏർപ്പാടാക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ കൊലയാളിയെ കണ്ടുപിടിക്കാനും അമ്മയെ രക്ഷിക്കാനും വേണ്ടി പിന്നെ പെടുന്നുണ്ട് ഭൂമി. അങ്ങനെയാണ് അജയുമായിട്ടുള്ള കരാർ വിവാഹത്തിൽ അവൾ എത്തുന്നത്. ആ സമയം പലപ്പോഴും കമാലിനെ അവളെ കൊല്ലാനായിട്ട് വരുമ്പോൾ ആ കൊലയാളുടെ കയ്യിൽ നിന്ന് സത്യദാസും അജയാണ് കേട്ടോ ഭൂമിയെ 2 പ്രാവശ്യം അവർ 2 പേരും തന്നെയാണ് അവളെ രക്ഷിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ ഒരു പോസിറ്റീവായി അവൾക്ക് അച്യുതൻ്റെ ലെറ്റർ കിട്ടുകയാണ്. ആ ലെറ്റർ വായിച്ചതും ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്തൊക്കെയോ സത്യങ്ങൾ ഭൂമിയോട് അവർ പറയുന്നുണ്ട്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ അച്യുതൻ അവൾക്കയച്ച ഒരു കത്തായിരിക്കും. അങ്ങനെ അവൾ ക്യാൻസർ ആണെന്നൊക്കെ അച്യുതൻ അറിയാമെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പോലീസുകാർ അന്വേഷണത്തിനായിട്ട് ഡോക്ടറെ സമീപിക്കുമ്പോൾ അങ്ങനെ ഒരു ക്യാൻസർ പോലും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പോലീസുകാരോട് ഈ ഒരു ഡോക്ടർ പറയുന്നത്. അത് വെറുതെ അല്ല, ഭവാനിയെ പേടിച്ച് തന്നെയാണ്. ഭവാനി കാശ് കൊടുത്ത ഡോക്ടറെ പോലും കയ്യിലെടുത്തിട്ടുണ്ടാവും. അങ്ങനെയാട്ടോ ഇതിൻ്റെ ആ ഒരു തെലുങ്ക് സ്റ്റോറിയിലൊക്കെ വന്നിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.